പ്രൈസ് ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 54ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ആരാധന എടിവനായി കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ഷൈജു ജോൺ ഫാമിലിയായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ബ്രദറിന്റെ സ്വദേശം കോട്ടയമാണ്. ഇപ്പോൾ അമേരിക്കയിൽ അല്ലാൻഡ എന്ന സ്ഥലത്തായിരിക്കുന്നു. അവിടെയുള്ള അല്ലാൻഡ ചർച്ച് ബോർഡ് ദൈവസഭയുടെ മെമ്പറാണ്. ഞങ്ങളുടെ ഇടയിൽ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു വർഷിപ്പ് ലീഡറും അതുപോലെ തന്നെ സോങ് റൈറ്റർ കൂടിയാണ് പ്രിയ ഷൈജു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായ ദൈവം അവരെ അനേക സൂം പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ സിസ്റ്ററേയും ആരാധന ലീഡുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യയെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ഏവർക്കും കർത്താവ് ഒരു ഭാഗ്യപദവി ഒരുക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക ഗോഡ് ഈസ് ലവ് പ്രെയർ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഓൺലൈൻ ഫെലോഷിപ്പിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നതായ കർത്താവിലെ ദാസൻ ബ്രദർ ഡെന്നി സഹോദരനോടും അതുപോലെ സിസ്റ്റർ CG ഡെന്നിസിനോടുമുള്ള നന്ദി ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ ഈ തരുണത്തിൽ ഇന്ന് നടക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നത് പോലെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലും ഓൺലൈനിലൂടെയും ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിത്യസ്വല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കുവാൻ ഇടയായി തീർന്നത്. പ്രത്യേകാൽ പ്രിയ ദേവദാസനും ദേവദാസിയും ഇങ്ങനൊരു ആത്മീയ പ്രവർത്തനത്തിന് അവരുടെ സകല സാഹചര്യങ്ങളും അല്ലെങ്കിൽ സകല അവരുടെ ആവശ്യങ്ങളൊക്കെ നടുവിലും കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രവർത്തിപ്പാനൊക്കെ അവർ കാണിക്കുന്ന എല്ലാ നല്ല മാതൃകയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഹല്ലേലൂയ ഇന്ന് പകൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള ചില സമയങ്ങൾ നമുക്ക് ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിലെടുക്കുകയാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, പല ടൈം സോണുകളിലൊക്കെ നമ്മൾ പലവിധമായ സാഹചര്യങ്ങളൊക്കെ മധ്യത്തിലാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ വ്യത്യസ്തമായ ടൈം സോണിൽ ആയിരിക്കുന്നതെന്നല്ല, നമ്മൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കുന്നില്ല, നമ്മൾ അവൻ്റെ നാമത്തിലാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ വിവിധ ഇടങ്ങളിലായിരിക്കുന്നത് കർത്താവിനൊരു പ്രശ്നമല്ല. അവൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുന്നെങ്കിൽ, അവൻ്റെ പാദാന്തികം നാം ആയിരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എന്ന പകൽ നമ്മളെ ഇന്ന് സന്ധ്യകൾ നമ്മളെ ഭരിക്കുവാനിടയായിത്തീരട്ടെ. എല്ലാവരും അതാത് ഇടങ്ങളിൽ ഇരിക്കുമ്പോൾ കണ്ണുകളൊക്കെ ദൈവസ്ഥലം അടച്ച് ആത്മാർത്ഥതയോടെ കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായി തീരട്ടെ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ നമുക്ക് സങ്കേതമായവനാണ്, അവൻ നമുക്ക് കോട്ടയായ ദൈവമാണ്. ആ സങ്കേതമായ, ആ കോട്ടയായ, ആ പരിചയായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. സകല മഹത്വവും ഇന്ന് പകൽ കർത്താവിന് അർപ്പിക്കുവാൻ ഇടയായി ചേരട്ടെ. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായ, സാറാഫുകൾ ആരാധിക്കുന്നതായ പരിശുദ്ധന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഉള്ളവരിൽ വെളിപ്പെടുവാനിടയായി ചേരട്ടെ. ചില പഴയ പാട്ടുകൾ പാടുമ്പോൾ ഒരുമിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ സങ്കേതമായ കർത്താവിനെ, നമ്മുടെ കോട്ടയായ കർത്താവിനെ നമുക്ക് ഏറ്റവും അടുത്ത്
നമ്മെ പരിപാലിക്കുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, ആട്ടുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഇത്ര നല്ലവനാം പ്രിയനേ ഇതരയിൽ രുചി ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ ഇതരയിൽ രുചി ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ
ആരാധ്യനേ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങെ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ.
യേശുവേ ആരാധ്യനെ. സകല മഹത്വം ഇന്ന് കർത്താവിന് അർപ്പിക്കുവാനിടയായി തീരട്ടെ. സകല ആരാധനയും കർത്താവിന് അർപ്പിക്കുവാനിടയായി തീരട്ടെ. യേശുവേ സകല ആരാധനയും അങ്ങേക്ക് തന്നെ. യേശുവേ ആരാധ്യനേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പ്രയർ ലൈൻ മീറ്റിംഗിൽ കടന്നു വരുവാനിടയായി തീർന്നതിൽ. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഒരു കാരാഗ്രഹ ലേഖനമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടു കൂടെ അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിലും നമ്മൾ ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാനാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകരുന്ന രാത്രി കൂടെ ആയിത്തീരുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ വളരെ കഷ്ടതയിലും വളരെ പ്രയാസത്തിലും വളരെ നിന്ദിതനുമായ ഒരു സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ ലേഖനം എഴുതുന്നത്. ചരിത്രകാരന്മാർ തൻ്റെ കാരാഗ്രഹ ലേഖനത്തെപ്പറ്റി വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ ഒരു വളരെ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ ആ ലേഖനം തന്നെ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്ന യഹോവയാ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ശക്തനാക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് തന്നെ പൗലോസിനോട് ചേർന്ന് രാത്രിയിലും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ മറുപടി വെളിപ്പെടുവാനിടയായി തീരും. എത്ര പേരുന്നത് വിശ്വസിക്കുന്നുണ്ട്? നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതുകയാ, എൻ്റെ പ്രതികൂലം എനിക്ക് ഹല്ലേലൂയ ഞാൻ കാരണമാക്കുന്നില്ല, ഞാൻ നേരിടുന്ന പ്രതിസന്ധി ഞാൻ കാരണമാക്കുന്നില്ല, ഞാൻ അനുഭവിക്കുന്ന ഈ കാരാഗ്രഹത്തിലെ കഷ്ടം ഞാൻ കാരണമാക്കുന്നില്ല. കാരണം എന്നെ ശക്തനാക്കുന്നതിന് എനിക്ക് മതിയാകുന്ന ദൈവമാ. അതുകൊണ്ട് ഫിലിപ്പിലുള്ള സഭയെ പ്രബോധിപ്പിച്ച് പറയുക, ഞാൻ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഞാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഞാൻ പ്രതികൂലത്തിലായിരിക്കുന്നുണ്ടെങ്കിലും, ഫിലിപ്പിലുള്ള വിശ്വാസികളിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവസനെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളെ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ നിങ്ങൾ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ വിഷയങ്ങളുടെ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാ, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാ. നമുക്കൊരു പാട്ടും കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ കരങ്ങൾ അടിച്ചു കർത്താവിനെ മോദപ്പെടുത്തിയാണ്. ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നമ്മുടെ താഴ്ചയിൽ നമ്മൾ ഉയർത്തി കർത്താവിനെ ഇന്ന് സന്ധ്യകൾ ഹാലിലെ ആദരങ്ങളെ തുറന്ന ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഞാൻ
ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. ദൈവാത്മാവേ ഹല്ലേലൂയ. ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. കർത്തനാമേ യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. കർത്തനാമേ യഹോവേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. ദൈവാത്മാവേ ദൈവാത്മാവേ ഹല്ലേലൂയ. ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഇതുവരെ എബനേസറായി എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. ഇതുവരെ എബനേസറായി എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. ദൈവാത്മാവേ കരങ്ങൾ ഉയർത്തി കർത്താവിടെ പറഞ്ഞ കർത്താവ് ഞാൻ ആരാധിക്കുകയാണ്. കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ നിൻ നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ പുകഴ്ത്തുവാൻ നിൻ സ്നേഹം പാടുവാൻ നിൻ നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞവർ ഹല്ലേലൂയ. കർത്താവേ ഇന്ന് സന്ധ്യകളിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് ആരാധിക്കുവാനാണ്. തുടർന്നുള്ള സമയം നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചന ധ്യാനങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരമപ്രധാനമായ ഉദ്ദേശം നമ്മുടെ കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ്, അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്, വിടുതലാണ്. ഇന്ന് സന്ധ്യയെങ്കിലും കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോഴും ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ മഹത്വമേറിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സഹായിച്ചതിനായി ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. കർത്താവേ തുറന്ന് കർത്താവേ ഹല്ലേലൂയ എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.